കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 9 വർഷത്തെ ഭരണ നേട്ടങ്ങളും അതോടൊപ്പം തന്നെ വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിവിധങ്ങളായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ നേരിടുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന് എന്താ പ്രത്യേകത? കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന് മുൻപന്നത്തേക്കാളും പ്രത്യാശ നൽകുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉൾപ്പെടുപ്പിക്കുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ട് അത് നടപ്പാക്കിക്കൊണ്ടും കേരളത്തിലെ ജനകീയ നേതാവായിട്ടുള്ള കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സഹായ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഒട്ടനവധി ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയും പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു ഗവൺമെന്റാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കേരള സംസ്ഥാനത്ത് ഒരു തൊഴിൽ പഠനം ലഭ്യമാകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാസം നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റുകൾ 1957 ശേഷമുള്ള കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം ഇവിടെ മാറി മാറി മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി ഭരണം നടത്തിയിട്ടുണ്ട്. എന്നാൽ അടിസ്ഥാന ജനവിഭാഗമായ താഴെ തട്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാർക്ക്, ഇടത്തരക്കാർക്ക്, കർഷകർക്ക് ഗുണകരമായ ഒട്ടേറെ മാറ്റങ്ങൾ, ഒട്ടേറെ നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് ഗവൺമെന്റ് ശ്രമിച്ചിട്ടുണ്ട്. സഖാവ് EMSന്റെ ഗവൺമെന്റ്, അതിനുശേഷം സഖാവ് VK നായനാരുടെ ഗവൺമെന്റ്, അതിനുശേഷം സഖാവ് DS-ന്റെ ഗവൺമെന്റ്, ഇപ്പോൾ സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ്. ഈ ഗവൺമെന്റ് അടിസ്ഥാനപരമായി ഈ രാജ്യത്തെ പാവങ്ങളുടെ കൈപിടിച്ചുയർത്തുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് നടപ്പാക്കുകയും ചെയ്യുകയാണ്. ഉദാഹരണത്തിന് 1980 അധികാരത്തിൽ വന്ന സഖാവ് VK നായനാർ ഈ രാജ്യത്തെ മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ള നടക്കാൻ പോലും പറ്റാത്ത തരത്തിലേക്ക് ജീവിതമാർഗം ഒരു നിവൃത്തിയുമില്ലാതെ കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തിന് ആ കാലത്ത് 40 രൂപ ക്ഷേമ പെൻഷനായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പെൻഷൻ കൃത്യമായി കൊടുക്കുന്നതിന് അന്ന് സംവിധാനം ഉണ്ടായിരിക്കുമ്പോൾ നിയമസഭയില് അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് VK നായനാർ ഇത് പ്രഖ്യാപനം നടത്തുമ്പോൾ കോൺഗ്രസിന്റെ ACC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് K കരുണാകരൻ എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവോടായിട്ട് അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞത് ഇത് പ്രത്യുൽപാദനപരമല്ല, ഇത് രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം കൊള്ളയടിക്കുന്ന സമീപനമാണ് എന്നാണ്. എന്നാൽ സരസമായി സംസാരിക്കുകയും ജനഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുന്ന സഖാവ് VK നായനാർ അന്ന് മറുപടി പറഞ്ഞത് 60 വയസ്സിന് ശേഷം പ്രത്യുൽപാദനമില്ല എന്നാണ്. അപ്പൊ നായനാരുടെ സംഭാഷണമാണ്, പ്രത്യുൽപാദനപരമല്ല. ഒരു മനുഷ്യന്റെ ആയുസ് മുഴുവൻ ഈ കർഷകത്തൊഴിലാളി പ്രസ്ഥാനത്തിന് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ട ജനവിഭാഗത്തിന് വേണ്ടി, അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങുന്നതിന്, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നതിന്, അല്ലെങ്കിൽ ഒരു കെട്ട് ബീഡി വാങ്ങുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ള പൈസയെ സംബന്ധിച്ചാണ് അവിടെ വിമർശനം ഉണ്ടായത്. അന്ന് 45 രൂപയിൽ തുടങ്ങി 2025 ആകുമ്പോൾ അത് 2000 രൂപ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് സാധാരണക്കാർ സ്ഥലം പറയാറുണ്ട്, ഏത് ഗവൺമെന്റ് ഭരിച്ചാൽ ഞങ്ങൾക്ക് എന്താ പ്രയോജനമുണ്ട്? ഞങ്ങൾ ഈ മൈക്ക് വെച്ച് കിട്ടി സംസാരിക്കുമ്പോൾ യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറയാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകൾ പെൻഷൻ തുക വർദ്ധിപ്പിച്ചിട്ടുണ്ടോ? പരിശോധിക്കണം. 45-ൽ നിന്ന് 2000-ലേക്ക് വരുമ്പോൾ കേരളത്തിൽ ഏതാണ്ട് മാറി മാറി വന്ന ഗവൺമെന്റ് എന്ന നിലയിലെ UDF-ന്റെ ഗവൺമെന്റ് അവരുടെ പങ്കാളിത്തം ഒരു 100 രൂപയാണ്.
കർഷക തൊഴിലാളികൾക്കും സാമൂഹ്യക്ഷേമ പെൻഷൻ നടത്തുന്നവർക്കും ഒരു 100 രൂപയാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അതവർക്ക് കൃത്യമായി കൊടുക്കുവാൻ കഴിഞ്ഞു. അവസാനം ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഇവിടുന്ന് പോകുമ്പോൾ 600 രൂപ പെൻഷൻ ഉണ്ടായിരുന്നത് 1 പൈസ പോലും വർദ്ധിപ്പിക്കാതെ 18 മാസത്തെ കുടിശ്ശികയാണ് വരുത്തിയത്. ഈ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗം അവർ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിട്ടില്ല, മറ്റു മേഖലകളിൽ ജോലി ചെയ്തിട്ടില്ല, കൃത്യമായി പെൻഷൻ ലഭിക്കുന്നില്ല. അവർക്ക് വേണ്ടി അടിസ്ഥാന വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇന്ന് 2000 രൂപ വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പൊ 18 മാസത്തെ പെൻഷൻ 600 രൂപ എന്നത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അവരെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള വർത്തമാനം പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. നിങ്ങൾ കോൺഗ്രസിന്റെ